വെൽക്കം ടു മൈ ചാനൽ എക്കണോമിക്സ് ടിപ്സ് ബൈ അനു. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ചാണ്. അപ്പം ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നതിന് ശേഷം കാർഷിക മേഖലയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ സ്റ്റാഗ്നേഷനൊക്കെ ഉണ്ടായി അഗ്രികൾച്ചർ, അതിൻ്റെ റീസൺസിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അഗ്രേറിയൻ ഇക്കോണമി ആയിരുന്നു. ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ത്യ എന്നത്. 85% ആൾക്കാരും എന്ത് ചെയ്യുന്നു, കൃഷിയെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടൊക്കെയാണ് ആശ്രയിച്ചിരുന്നത്. അതുപോലെ തന്നെ അവരുടെ മെയിൻ ഉപജീവന മാർഗം എന്ന് പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ് ടോട്ടൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ മാർജിനലി ഇൻക്രീസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ ഏരിയ അണ്ടർ കൾട്ടിവേഷൻ. ശരിക്കും ബ്രിട്ടീഷ് പീരീഡിൽ ആ കാലഘട്ടത്തിൽ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടിയായിരുന്നു. കാരണം കൂടുതൽ ഏരിയ നമ്മൾ കാർഷിക മേഖല കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടുതലാണെന്ന് പറയാൻ കാരണം. എന്നാൽ അഗ്രികൾച്ചർ സ്റ്റാഗ്നൻറ്റ് ഓർ വേഴ്സൺഡ്. പക്ഷേ പിന്നീട് എന്തായിരുന്നു, അഗ്രികൾച്ചറിൽ നിശ്ചലാവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഫാർമേഴ്സ് ഇൻകം റിമെയിൻ ലോ ഡ്യൂ ടു പുവർ പ്രൊഡക്ടിവിറ്റി. ഫാർമേഴ്സിന് ഇൻകം വളരെ കുറവായിരുന്നു, കാരണം പുവർ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ കാരണങ്ങൾ, അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ, സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്, അല്ലെങ്കിൽ റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട പോയിൻറ്റ്സ് ആണ്. പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലോയിറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, അതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. രണ്ടാമത്തേത് ലോ ലെവൽ ഓഫ് ടെക്നോളജി. 3 നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസർ. 4 ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. 5 കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. 6 പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947. ഇപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. നമ്മുടെ ഇന്ത്യയിൽ നിലനിന്ന 3 തരത്തിലുള്ള ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. 1 സെമിന്ദാരി സിസ്റ്റം, 2 ട്രോയ്ഡ്വാരി സിസ്റ്റം, 3 മഹൽവാരി സിസ്റ്റം. അപ്പോൾ ഇതിനകത്ത് പ്രൊമിനൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ സെമിന്ദാരി സിസ്റ്റമാണ്. അത് സെമിന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെമിന്ദാഴ്സ് ആണ് ഒരു പെർമനൻറ്റ്, അല്ലെങ്കിൽ ഒരു ശരിക്കും ഓണർ ഓഫ് എ ലാൻഡ് എന്നറിയപ്പെടുന്നത് സെമിന്ദാഴ്സ് ആണ്. അവർ ഫിക്സഡ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ കർഷകർ ഫിക്സഡ് ആയിട്ട് റെൻറ്റ് കൊടുക്കണം ഓരോ വർഷവും ഈ സെമിന്ദാഴ്സിന്. അതായിരുന്നു സെമിന്ദാരി സിസ്റ്റത്തിൽ പറയാം. അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയാം. എക്സ്പ്ലോയിറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിൽ ആണ് പ്രധാനപ്പെട്ട റീസൺ സ്റ്റാഗ്നേഷൻ, അഗ്രികൾച്ചർ സെറ്റിൽ സ്റ്റാഗ്നേഷൻ ഉണ്ടാകാൻ കാരണം. മെയിനായിട്ടൊരു കാരണം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഇവർ മാക്സിമം ചൂഷണം ചെയ്യുന്നു, കർഷകരെ മാക്സിമം ചൂഷണം ചെയ്യുന്നു എന്ന് ഓർക്കാം. ഇനി രണ്ടാമത്തേതാണ് ലോ ലെവൽ ഓഫ് ടെക്നോളജി. സാങ്കേതിക വിദ്യകൾ വളരെ മോശമായ രീതിയിലുള്ള സാങ്കേതിക വിദ്യകളാണ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത്. അതായത് പമ്പ് സെറ്റോ ട്രാക്ടറോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ കാർഷിക മേഖലയിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ വിളവുകൾ നമുക്ക് കിട്ടത്തുള്ളൂ. മൂന്നാമത്തേതാണ് നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസർ. വളരെ ശുഷ്കമായിട്ട് രാസവളങ്ങൾ ചേർക്കൽ, അതായത് കൂടുതൽ അമിതമായിട്ട് രാസവളങ്ങളൊന്നും ചേർക്കത്തില്ല, വളരെ കുറച്ച് മാത്രം. കൂടുതൽ അവർ ജൈവവളങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി അടുത്താണ് ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതായത് ജലസേചനത്തിൻ്റെ അപര്യാപ്തത അത് വളരെ കുറവായിരുന്നു. കാരണം അതിനകത്ത് കനാലുകളോ പമ്പ് സെറ്റോ അങ്ങനെയൊന്നും ഒന്നും ഇല്ലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അതും കാർഷിക മേഖലയെ മോശമായി ബാധിച്ചു. ഇനി അടുത്തതാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷിയുടെ വാണിജ്യവൽക്കരണം. അതായത് ഫുഡ് ക്രോപ്സിൽ നിന്ന് അവർ ക്യാഷ് ക്രോപ്സിലേക്ക് മാറി. അതായത് ഫുഡ് ഐറ്റംസ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് അവർ കൂടുതൽ ക്യാഷ് ക്രോപ്സ് അല്ലെങ്കിൽ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതായത് പരുത്തി, ചണം അങ്ങനെയുള്ള ഉൽപ്പാദനങ്ങളൊക്കെ നിർമ്മിക്കാൻ. അതാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതും മോശമായിട്ട് നമ്മുടെ കാർഷിക മേഖലയെ ബാധിച്ചു. ഇനി അടുത്തതാണ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇൻ 1947. അതായത് 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം. ആ ഒരു പോയിന്റ് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള പ്രദേശങ്ങൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോയി. അതും ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. എന്തുകൊണ്ട്, സ്റ്റാഗ്നേഷൻ അഗ്രികൾച്ചർ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. ഇത്രയുമാണ് പോയിൻറ്റ്സാണ് നമ്മൾ എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ ഉണ്ടാകുന്നതിനുള്ള റീസൺ. ഒന്നാമത്തെ എക്സ്പ്ലോയിറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. 2 ലോ ലെവൽ ഓഫ് ടെക്നോളജി. 3 നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസർ. 4 ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. 5 കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. 6 പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947.